പ്രവർത്തനക്ഷമമായ തോട്ടങ്ങളിലെ തകർച്ചയിലായ തൊഴിലാളി ലയങ്ങൾ നവീകരിക്കാനുള്ള നടപടികൾക്ക് വീണ്ടും ജീവൻ വെച്ചു. 2022-23 വാർഷിക ബജറ്റിലാണ് ലയങ്ങൾ നവീകരിക്കാൻ 10 കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. എന്നാൽ ഒരു വർഷമായി തൊഴിൽ ധനകാര്യ വകുപ്പുകളുടെ മെല്ലെപ്പോക്കിനെ തുടർന്ന് നടപടികളിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാടസ്വാമിയുടെ നിരന്തരമായുള്ള പരാതിയിലാണ് സർക്കാരിന്റെ അനുകൂല നടപടി. ഉടമ ഉപേക്ഷിച്ച തോട്ടത്തിലെ ലയങ്ങൾ നവീകരിക്കാൻ സർക്കാർ 10 കോടി രൂപ 2021-22 ബജറ്റിൽ അനുവദിച്ചിരുന്നു. എന്നാൽ പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ ഉപേക്ഷിച്ച തോട്ടത്തിലെ ലയത്തിന് അപ്പുറമാണ്. ഇതെല്ലാം ചൂണ്ടിക്കാട്ടി സമാധാന സംഘടനാ അംഗവും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ഡോക്ടർ ഗിന്നസ് മാടസ്വാമി മുഖ്യമന്ത്രി, ധനകാര്യമന്ത്രി, തൊഴിൽ മന്ത്രി എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. സർക്കാർ നിവേദനം പരിശോധിച്ച് 2022-23 ബജറ്റിൽ 10 കോടി രൂപ പ്രവർത്തിക്കുന്ന തോട്ടങ്ങളുടെ ലയ നവീകരണത്തിന് നീക്കിവെച്ചു. ഫണ്ട് വകയിരുത്തിയതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോഴാണ് ധനവകുപ്പിന്റെ അംഗീകാരം ലഭിച്ചത്. പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി രേഖകൾ ഹാജരാക്കുമ്പോൾ സബ്സിഡിയായി തുക കമ്പനികൾക്ക് കൈമാറും. മേൽക്കൂര മാറ്റൽ, റീ ഇലക്ട്രിക്കൽ വർക്ക്, തേപ്പ്, അധിക മുറി നിർമ്മാണം, ശുചിത്വ പ്രവർത്തനം, കുടിവെള്ളം എന്നിങ്ങനെ ആവശ്യമുള്ളത് മാത്രമായോ മൊത്തമായോ ഏറ്റെടുക്കാമെന്നാണ് വ്യവസ്ഥ. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചത് 100 കണക്കിന് തൊഴിലാളി കുടുംബങ്ങൾക്ക് ആശ്വാസകരമാവും. സംസ്ഥാനത്തെ പ്രവർത്തിക്കുന്ന തോട്ടങ്ങളിലെ ലയങ്ങളുടെ നവീകരണത്തിന് വേണ്ടി ബഡ്ജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ച 10 കോടി രൂപയുടെ ഉത്തരവ് ഇപ്പോൾ സർക്കാർ ഇറക്കിയിരിക്കുകയാണ്. പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ആയിരിക്കും ഈ തുക ഉപയോഗിച്ചുകൊണ്ട് മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത്. സബ്സിഡി നൽകിക്കൊണ്ടായിരിക്കും തോട്ട ഉടമകൾ ഈ ലയങ്ങളുടെ നവീകരണം നടപ്പിലാക്കേണ്ടത്. ധനമന്ത്രിയും ധനകാര്യ സെക്രട്ടറിയും പരിശോധിച്ച ഫയലിന് അംഗീകാരം ഇപ്പോൾ നൽകിയിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്ന മുറയ്ക്ക് തോട്ട ഉടമയ്ക്ക് സർക്കാർ സബ്സിഡി നൽകുന്ന തരത്തിലാണ് പദ്ധതി. അതിനാൽ ഉടമകൾ ഇതിന് തയ്യാറാവുമോ എന്ന് കണ്ടറിയണം. 2020 പെട്ടിമുടി ദുരിതം ഉണ്ടായതിനെ തുടർന്ന് ലയങ്ങളുടെ ശോച്യാവസ്ഥയും തൊഴിലാളികളുടെ ദുരവസ്ഥയും സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നിരുന്നു. കാലപ്പഴക്കം ചെന്ന് തോട്ടമേഖലയിലെ ലയങ്ങളുടെ പുനരുദ്ധാരണവും തോട്ടമേഖലയിലെ പൊതു നവീകരണവും അനിവാര്യമെന്ന ആവശ്യവും ഉയർന്നു. ഈ ആവശ്യം ഗിന്നസ് മാടസ്വാമിയാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.